ഇനി മുതൽ എന്തായാലും ഈ ഒരു ഐറ്റം വെറുതെ കളയണ്ട കേട്ടോ. വേഗം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചോളി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കാലം നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഏകദേശം മാക്സിമം ഒരു 2 മാസം പുറത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഓർക്കാപ്പുളി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓർക്കാപ്പുളി, ഇരുമ്പമ്പുളി അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് തന്നെ ഓർക്കാപ്പുളി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അച്ചാർപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറവായി തോന്നിയപ്പോൾ ഞാൻ ഒരു 2 ടീസ്പൂൺ കൂടെ നമ്മുടെ അച്ചാർപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കൂടുതൽ അളവിലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ഓർക്കാപ്പുളിക്ക് അനുസരിച്ച് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് അച്ചാർപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2-2.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ ഓർക്കാപ്പുളി ആയതുകൊണ്ട് തന്നെ അത് ഏകദേശം വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് വരും. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരി അല്ലെങ്കിൽ നമ്മുടെ സുർക്കയാണ്. അപ്പോൾ ഒരുപാട് സുർക്കയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഓർക്കാപ്പുളി അത്യാവശ്യം നല്ല പുളിയുള്ളതാണല്ലോ. അപ്പോൾ ഒരു പാകത്തിന് സുർക്കയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ തന്നെ ഉള്ള ഒരു വെള്ളം കുറച്ച് ഇറങ്ങി വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് കായപ്പൊടിയും ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അച്ചാർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ഇത് പുറത്തൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നനവില്ലാത്ത ടീസ്പൂണൊക്കെ യൂസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തോളം നമുക്ക് പുറത്ത് തന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും വെറുതെ ചീഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഓർക്കാപ്പുളി. അപ്പോൾ ഇനി ഓർക്കാപ്പുളി ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചോളി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.